രക്ഷാപ്രവർത്തനത്തെ അതിജീവിച്ച ആളുകളും നമ്മളോട് സംസാരിക്കുന്നു. അവരുടെ അനുഭവങ്ങൾ കൂടി അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ ഞങ്ങൾ ഫസ്റ്റത്തെ പൊട്ടലിൽ തന്നെ മോനാണ് ഫസ്റ്റ് അതിൽ പെട്ടുപോയത്. മോനെ വലിച്ച് ഞങ്ങൾ വേഗം കയറി മുകളിലേക്ക് കയറിയോണ്ട് തന്നെ മക്കളെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മക്കളും ഞാനൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ 5 ആളുണ്ടായി. അയൽവാസികളൊന്നും മുന്നിലേ നോക്കി ആരും കാണുന്നില്ല. എവിടെ പോയോ ഒന്നും അറിയില്ല. ഞങ്ങൾ മേളുഭാഗം താഴെ ഭാഗമാണ് മൊത്തം പോയത്. ഞങ്ങൾ പറമ്പിലോട്ട് കയറി, പറമ്പിൽ കയറി ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. അതുകൊണ്ട് ഫസ്റ്റ് പൊട്ടലിനാണ് എൻ്റെ വീടൊക്കെ പോയത്. അതുവരെ ഫ്രണ്ട് മാത്രം പോയിട്ടുള്ളൂ, മോൻ്റെ റൂമും. ബാക്കി ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, ശൂന്യാണ് ഇപ്പോൾ അവിടെ, ഒന്നുമില്ല. അറിഞ്ഞു അപ്പോഴാണ് ഇറങ്ങി ഓടിയത് മക്കളെയും കൊണ്ട് ഞാൻ മേലോട്ട്. ഫസ്റ്റ് ടൈമൊന്നും നോക്കിയില്ല, ഫോണൊന്നും നമ്മൾ എടുത്തില്ലല്ലോ, എല്ലാം പോയില്ല. അതിൽ ഒന്നും നമ്മളെടുത്തില്ല. നമ്മളിട്ട ഡ്രസ്സോട് കൂടി വന്നതാണ്, മേളിലോട്ട് കയറി നിന്നതാണ്. എല്ലാം പോയി, ഒന്നുമില്ല. കുറേ കുടുംബങ്ങളുണ്ട് നമ്മളെ അയൽവാസികൾ. ആരെ വിളിക്കാൻ ഫോണില്ലല്ലോ നമ്മളെ കയ്യിൽ. എല്ലാം നമ്മളത് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർ ഇനി എവിടെ ഉണ്ടോയെന്നും അറിയില്ല, ഇനി മണ്ണിൻ്റെ അടിയിലാണോയെന്നും അറിയില്ല. ഓക്കെ, ഇതാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും രക്ഷപ്പെട്ടവരുടെയും ഒക്കെ പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരുടെ കുടുംബത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഈ 5 പേർ അവരുടെ ജീവൻ മാത്രം കിട്ടിയെന്നാണ് പറയുന്നത്. അയൽവാസികളെ ആരെയും കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം തരിശുഭൂമിയായി മാറിയിരിക്കുന്നു മുണ്ടക്കൈ പ്രദേശം എന്നാണ് ഇപ്പോൾ രക്ഷപ്പെട്ട ഒരു യുവതി നമ്മളോട് പറയുന്നത്. നമുക്കൊപ്പം രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മയുള്ളത് ഇപ്പോൾ ഈ മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശത്താണ്. രേഷ്മ നമസ്കാരം. എവിടെയാണ് രേഷ്മ ഇപ്പോൾ? രേഷ്മയുടെ വീട്ടിൽ എത്ര പേരുണ്ട്? സർ, ഞാനിപ്പോ ഉള്ളത് വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെളിയോട്. എന്റെ പാരന്റ്സ് വെണ്ണിയോട്. എന്റെ പാരന്റ്സും എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മുണ്ടക്കൈ ഉണ്ടായിരുന്നു. അതില് ഇന്നലെ രാത്രി ഉരുൾപൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് എന്റെ അച്ഛനും അമ്മയും അടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുക ചെയ്തത്. അവര് സുരക്ഷിതരാണോ? അവര് സുരക്ഷിതരാണ്. അവരിപ്പോ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഇടയില് പഴയ ഒരു ബംഗ്ലാവ് ഉണ്ട്. അതായത് ഈ എസ്റ്റേറ്റിന്റെ മാനേജേഴ്സ് ഒക്കെ താമസിക്കുന്നത് അവിടെ. അവർ 100ഓളം പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമുള്ളവരാണോ? പരിക്കെന്തെങ്കിലും ഉണ്ടോ? പരിക്ക് കൂടെയുള്ള എന്റെ അച്ഛനും അമ്മമ്മയുണ്ട്. അവര് തീരെ അവശതയിലാണ്. അവര് എന്താ പറയാ, നല്ലോണം പ്രായമായിട്ടുള്ളവരാണ്. ഓക്കെ, അവർക്ക് ഇപ്പൊ അടിയന്തര വൈദ്യസഹായം ആവശ്യമുണ്ടോ? അവര് ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾ ഇങ്ങനെ സേഫ് ആണ്, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, ആ ഭാഗത്ത് കൂടാതെ ഞങ്ങളുടെ സ്ഥലം ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം ഒന്ന് പറയാമോ? അതായത് ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയിൽ ഒരു ബംഗ്ലാവ് ഉണ്ട്. അത് കറക്റ്റ് എവിടെയാന്ന് എനിക്ക് അറിയില്ല. ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയ്ക്കുള്ള ബംഗ്ലാവിലാണ്. നമ്മുടെ PCR അത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ദീപക് മോഹനെ അറിയിക്കും. ഒപ്പം നമ്മുടെ സ്ക്രീനിൽ കൂടാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു 15ഓളം പേര് മിസ്സിംഗ് ആണ്. അവിടെ ഇപ്പൊ വീടൊന്നും ഇല്ല എന്നാണ് അറിയുന്നത് മുണ്ടക്കൈ. അത് ട്രീ വാലി റിസോർട്ടിന്റെയും മദ്രസയുടെയും ഇടയിലുള്ള സ്ഥലത്തായിരുന്നോ? ഏതാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്? വീടുകൾ ഉണ്ടായിരുന്നത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലം. അതെ, ആ റിസോർട്ടൊക്കെ ഉള്ള ഒരു ഭാഗമായിരുന്നു. ആ റിസോർട്ടിന്റെ ഭാഗത്തുള്ള പല വീടുകൾ വിളിച്ചു. അവരൊക്കെ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നോ രേഷ്മ? അവരെല്ലാവരും അവിടെ ഒരു വീട്ടിലായിരുന്നു. അവരെല്ലാവരും ഒരു 15ഓളം പേര് സേഫ് ആയിട്ട് നിന്നായിരുന്നു. പക്ഷെ ആ വീടാണ് ഇപ്പൊ പോയത്. കുട്ടികളടക്കം കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ ഒരു 20 വയസ്സുള്ളവര്, പിന്നെ 18 വയസ്സുള്ള 2 പിള്ളേര്, അങ്ങനെ. ഓക്കെ, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ രക്ഷാദൗത്യം അവിടെ എത്തും. അവർ താഴെ ആ സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരാളെ രക്ഷിച്ചു. ഇനി അവർ അതിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ രേഷ്മ എന്തായാലും സമാധാനമായിട്ടിരിക്കും. അച്ഛനും അമ്മയും എന്തായാലും സുരക്ഷിതരാണ്. തീർച്ചയായിട്ടും രക്ഷാദൗത്യം അവിടെ എത്തും. ആ പ്രദേശം കൂടി നമുക്കൊന്ന് രേഖപ്പെടുത്താം. നമുക്ക് ദീപക് മോഹൻ അയച്ചു കൊടുക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലം കൂടി ഇപ്പോൾ ഈ രേഷ്മ പറഞ്ഞതനുസരിച്ച് ഈ ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശത്തിന് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. അവിടെ 15ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വാർത്ത കൂടി രേഷ്മ പറയുന്നു.